കുഞ്ഞിന് 500 ഗ്രാം സൈസ് ആകുന്ന വെയിറ്റ് ആകുന്നതിന് മുൻപ് അലസിപ്പോകുന്നതിനെയാണ് ഗർഭമലസൽ എന്ന് പറയുന്നത്. ഉണ്ടാകുന്ന ഗർഭത്തിൽ അഥവാ പ്രഗ്നൻസിയിൽ ഒരു 10-15% നമ്മൾ ഗർഭം അലസി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അബോട്ടസ് ഓർ ഫീറ്റസ് ആൻഡ് ഫീറ്റസിൻ്റെ ആ പാർട്ട് അവിടെ തന്നെ, എംബ്രിയോ അതിൻ്റെ പാർട്ട് അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാവും. പക്ഷേ കാർഡിയാക് ആക്ടിവിറ്റി അഥവാ ഹാർട്ട് ബീറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു 15% അലസി പോകുമ്പോൾ അതിലൊരു മേജർ കോസ് നമ്മൾ പറയുന്നത് ഈ ജനിതക വൈകല്യങ്ങൾ തന്നെയാണ്. മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, ഒന്നിലധികം ഗർഭമുള്ളത് അലസാനായിട്ട് സാധ്യതയുണ്ട്. ഹലോ, നമസ്കാരം. ഡോക്ടർ മേഴ്സി CV. ഞാൻ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഒബ്സ്ട്രീഷ്യൻ. 31 വർഷത്തെ ഗവൺമെൻറ് സർവീസിലെ സേവനത്തിന് ശേഷം ഇപ്പോൾ സീനിയർ കൺസൾട്ടൻ്റായിട്ട് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അബോർഷൻസ് അഥവാ ഗർഭമലസൽ. അബോർഷൻസ്, ഗർഭമലസൽ, അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു കുഞ്ഞുണ്ടായി അതിൻ്റെ വയബിലിറ്റി അഥവാ കുഞ്ഞിൻ്റെ മൂമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തിന് മുൻപ് അബോർട്ട് ചെയ്യുന്നതാണ്, അബോർഷൻ നടക്കുന്നതാണ് ഗർഭമലസൽ എന്നുള്ള ഡെഫിനിഷൻ. 22 ആഴ്ചയിൽ മുൻപുള്ള ഗർഭമലസലിനെയാണ് ഗർഭമലസൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് കുഞ്ഞിന് 500 ഗ്രാം സൈസ് ആകുന്ന വെയിറ്റ് ആകുന്നതിന് മുൻപ് അലസിപ്പോകുന്നതിനെയാണ് ഗർഭമലസൽ എന്ന് പറയുന്നത്. ഇനി ഗർഭമലസലിനുള്ള കാരണങ്ങൾ. ഉണ്ടാകുന്ന ഗർഭത്തിൽ അഥവാ പ്രഗ്നൻസിയിൽ ഒരു 10-15% നമ്മൾ ഗർഭം അലസി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ മേജർ കോസ് ക്രോമസോമൽ അനോമലീസ് അഥവാ ജനിതക വൈകല്യങ്ങളാണ്. ഈ ജനിതക വൈകല്യങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ ഇതിൽ ട്രൈസോമി 21 ആകാം, 22 ആകാം, 18 ആകാം. ഈ 21 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേഗം മനസ്സിലാകും. അതാണ് മംഗോളിസം അഥവാ ഡൗൺ സിൻഡ്രോം. പിന്നെ ഒരു 15% അലസി പോകുമ്പോൾ അതിലൊരു മേജർ കോസ് നമ്മൾ പറയുന്നത് ഈ ജനിതക വൈകല്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്ത കോസിലേക്ക് നാം വരുമ്പോൾ മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, ഒന്നിലധികം ഗർഭമുള്ളത് അലസാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് ഇൻഫെക്ഷൻസ്, ടാർച്ച് ഇൻഫെക്ഷൻസ് എന്നാണ് ഞങ്ങളതിനെ പറയാം. അതിൽ ടോക്സോപ്ലാസ്മോസിസ്, റുബെല്ല, ഹെർപ്പിസ് ആൻഡ് സൈറ്റോമെഗലോ വൈറസ് ഇൻഫെക്ഷൻസ്. ഇതാണ് നമ്മൾ ഇൻഫെക്ഷൻസിൽ കാണാറുള്ളത്. ഇനി അടുത്തത് കുറച്ച് പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ലൈക്ക് ആൻറ്റിഫോസ്ഫോലൈപ്പിഡ് സിൻഡ്രോം, അങ്ങനത്തെ APL, അപ്ല സിൻഡ്രോം എന്നൊക്കെ പറയും. ആ സിൻഡ്രോംസ് കുറച്ച് പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങൾ നമ്മളെപ്പോഴും കാണാറുണ്ട് ഈ ഗർഭമലസലിൻ്റെ ഒരു കോസായിട്ട്. ഇനി വരുന്നത് നമ്മുടെ യൂട്രൈൻ കോസസ് ആണ്. യൂട്രൈൻ കോസസ് എന്ന് പറയുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഉള്ളൊരു നല്ല ക്യാവിറ്റിയാണ്. പക്ഷേ ആ ക്യാവിറ്റി ചില കേസസിൽ ചിലരുടെ ഗർഭപാത്രത്തിൻ്റെ ഘടനയ്ക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. ആ ഘടനയിൽ ഇങ്ങനെ പെയർ ഷേപ്ഡ് ആയിരിക്കുന്ന ഒരു യൂട്രസിൻ്റെ നടുവിലൊരു ഭിത്തി പോലെ, അതായത് ബൈക്കോൺവേറ്റ് യൂട്രസ് അല്ലെങ്കിൽ യൂട്രസ് ഡയഡൽഫിസ്, അങ്ങനെ ഘടനാ വ്യത്യാസമുള്ള യൂട്രസുകളിലും നമ്മൾ കൂടുതലായിട്ടും അബോർഷൻസ് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യുമ്പോൾ, ഒരു അബോർഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ് അബോർഷൻസ് കാണുമ്പോൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അബോർഷൻസ് ഏതൊക്കെ തരം? ഈ അബോർഷൻസിൻ്റെ തരങ്ങളിലേക്ക് വരുമ്പോൾ ത്രെറ്റൻഡ് അബോർഷൻ ഉണ്ട്, മിസ്ഡ് അബോർഷൻ ഉണ്ട്, ദെൻ കമ്മിങ് ടു ഇനെവിറ്റബിൾ അബോർഷൻ, ഇൻകംപ്ലീറ്റ് അബോർഷൻ, കംപ്ലീറ്റ് അബോർഷൻ ആൻഡ് സെപ്റ്റിക് അബോർഷൻ. എല്ലാം ഞാൻ വളരെ ബ്രീഫായിട്ട് പറയുന്നതാണ്. ഇതിൽ ആദ്യം വരുന്നത് ത്രെറ്റൻഡ് അബോർഷൻ. ത്രെറ്റൻഡ് അബോർഷൻ എന്ന് പറയുന്നത് ദ അബോർഷൻ ഈസ് ത്രെറ്റനിങ് ദറ്റ് മേ ഗോ ഓർ മേ നോട്ട് ഗോ. ചിലപ്പോൾ അബോർഷൻ ആകാം, ചിലപ്പോൾ അബോർഷൻ ആകില്ല. അപ്പോൾ അതിൻ്റെ നമ്മൾ സ്കാൻ എടുക്കുമ്പോൾ യൂട്രസിൻ്റെ ഓസ്, അതായത് അവിടുത്തെ ഔട്ടർ ഓസ് ഈസ് ക്ലോസ്ഡ് ആൻഡ് കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അങ്ങനത്തെ കേസസിൽ നമ്മൾ അവർക്ക് പ്രൊജസ്ട്രോൺ, ഒരു ലൈഫ് ലോങ് അല്ല, പ്രഗ്നൻസി ലോങ് പ്രൊജസ്ട്രോൺ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഹെപ്പാരിൻ സ്റ്റാർട്ട് ചെയ്യാം.
പിന്നെ അക്കോർഡിംഗ് ടു ദ ഡോപ്ലർ അങ്ങനെ വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ എക്കോസ്പിരിൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയൊക്കെ അതിനെ കണ്ടിന്യൂ ചെയ്ത് റെസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ത്രിട്ടൻ്റെ അബോഷനെ കണ്ടിന്യൂ ചെയ്യും. ദെൻ കമ്മിങ് ടു ദ ഇൻകംപ്ലീറ്റ് അബോഷൻ, അതായത് കുറേ പിന്നെ ഗർഭാവസ്ഥയിലുള്ള ശിശുവും അതിൻ്റെ പ്ലസൻ്റെയൊക്കെ കുറേ പോയിട്ടുണ്ടാകും. പക്ഷേ പേഷ്യൻറ്റിന് ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കാം. പേഷ്യൻറ്റിൻ്റെ നമ്മൾ നോക്കുമ്പോൾ അവിടെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റ് എക്സാമിൻ ചെയ്യുമ്പോൾ അവിടെ തന്നെ ഈ പ്രൊട്രൂഡിങ് ത്രൂ ദ ഓസ് സം പ്രോഡക്ട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പേഷ്യൻറ്റ് നല്ല പെയിൻ ഉണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമ്മൾ പെട്ടെന്ന് ഒരു DNC ചെയ്ത് അത് ക്ലീൻ ചെയ്യുകയാണ് നല്ലത്. ദെൻ കമ്മിങ് ടു ഇനെവിറ്റബിൾ അബോഷൻ അത് പോയേ പറ്റൂ. ബിക്കോസ് അത് മാക്സിമം അവിടെ യൂട്രൈൻ വാളിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഇതൊക്കെ നമ്മൾ പിന്നെ ഇതിനെയൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നത് USG ചെയ്തുകൊണ്ടാണ്. USG ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ ഫൈൻഡിങ്സും നമുക്ക് ലഭിക്കും. ദെൻ കമ്മിങ് ടു കംപ്ലീറ്റ് അബോഷനും നമ്മൾ ഒരു സ്കാൻ ചെയ്ത് തന്നെയാണ് തീരുമാനിക്കുന്നത്. കംപ്ലീറ്റ് അബോഷന് വേണ്ടി നമുക്ക് വേറെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഈ കേസസിലൊക്കെ ഇങ്ങനത്തെ എല്ലാ കേസസിലും നമ്മൾ RH നെഗറ്റീവാണ് അമ്മയെങ്കിൽ ANT-D നൽകാറുണ്ട്. അതായത് നെക്സ്റ്റ് ഒരിക്കലും അബോഷനായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ കമ്മിങ് ടു ദ മിസ്ഡ് അബോഷൻ എന്ന് പറഞ്ഞാൽ അബോട്ടസ് ഓർ ഫീറ്റസിൻ്റെ ആ പാർട്ട് അവിടെ തന്നെ എംബ്രിയോ അതിൻ്റെ പാർട്ട് അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാവും. പക്ഷേ കാർഡിയാക് ആക്ടിവിറ്റി അഥവാ ഹാർട്ട് ബീറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇസ് നോട്ട് സീൻ ഓർ കാർഡിയാക് ആക്ടിവിറ്റി ഇസ് നോട്ട് സീൻ എന്ന് പറഞ്ഞ് കാണും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഗർഭാശയ ഗളത്തിൻ്റെ ഓപ്പൻഡ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കേസസിന് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് അത് ക്ലീൻ ചെയ്ത് വിടാറുണ്ട്. ദെൻ കമ്മിങ് ടു ദ സെർവിക്കൽ ഇൻകോമ്പിറ്റൻസ്, അങ്ങനെയൊരു അവസ്ഥയുണ്ട്. സെർവിക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗർഭാശയ ഗളത്തിൻ്റെ അതായത് സെർവിക്സിൻ്റെ ആ ലെങ്ത്ത് എന്ന് പറയുന്നത് 3 to 3.5 സെൻറ്റിമീറ്ററാണ്. അത് കുറഞ്ഞു വരികയും അതിൽ കൂടെ എക്സ്റ്റേണൽ ഓസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓസ് ഓപ്പണായിട്ട് അതിൽ കൂടെ മെംബ്രെയിൻസ് അല്ലെങ്കിൽ ഫീറ്റസിൻ്റെ ആ പാർട്സ് പുറത്തോട്ട് വന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് സെർവിക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ ഇൻകോമ്പിറ്റൻസ് അത് IOT അഥവാ ഇൻറ്റേർണൽ ഓസ് ടൈറ്റനിങ് അല്ലെങ്കിൽ സെർവിക്കൽ എൻസർക്ലേജ് ഇട്ടിട്ടാണ് ഈ പേഷ്യൻസിന് നമ്മൾ ഈ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഈ എബോഷൻസിൻ്റെ കാരണങ്ങളിലേക്കും അതിൻ്റെ ടൈപ്സിലേക്കും അതിൻ്റെ ഇതിലേക്കുമൊക്കെ നമ്മൾ വന്നു. പിന്നെ എന്താ പറയുക, അബോഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ഒരു കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് നൽകണം. ബിക്കോസ് പിന്നെ എന്താ പറയുക, ഒരു കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് നൽകിയില്ലെങ്കിൽ ഇൻഫെക്ഷനും അങ്ങനത്തെ ചാൻസസ് ഉണ്ട്. ഇനി ഒരു ലാസ്റ്റ് വൺ ടൈപ്പ് ഓഫ് അബോഷൻ സെപ്റ്റിക് അബോഷൻ, അത് ഇന്ന് അധികം നമ്മൾ കാണുന്നില്ല. കാരണം പണ്ടൊക്കെയാണ് ആളുകളൊക്കെ ഈ അൺട്രെയിൻഡ് ഐസ് അഥവാ ശരിക്കും ട്രെയിൻഡ് അല്ലാത്ത ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട്, പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്, ഇവിടെ വളരെ കുറവാണ്. നമ്മുടെ കേരളത്തിലൊന്നും സെപ്റ്റിക് അബോഷൻ ഞാനിപ്പോൾ ഈടെയായിട്ട് കാണാറില്ല. പക്ഷേ പണ്ടൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ സെപ്റ്റിക് അബോഷൻസ് കണ്ടിട്ടുണ്ട്. അവർ ഏതെങ്കിലും ആളുകളുടെ അടുത്ത് പോയിട്ട് ഒരു ക്വാക്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നിട്ട് ഗർഭപാത്രം സെപ്റ്റിക് ആവും. പേഷ്യൻ്റ് വരുന്നത് ഷോക്കിലായിരിക്കും, പേഷ്യൻ്റ് വരുന്നത് ഫീവറിലായിരിക്കും, പേഷ്യൻ്റ് വരുന്നത് പലപ്പോഴും അനീമിയ സിവിയർ ഭയങ്കര പ്രശ്നത്തിലായിരിക്കും പേഷ്യൻ്റ് വരുന്നത്. അവരുടെ DIC അഥവാ ഡിസെമിനേറ്റഡ് ഇൻട്രാവസ്കുലർ കോയാഗുലേഷൻ, അവരുടെ ബ്ലഡ് സിസ്റ്റം തന്നെ ആകെ താറുമാറായിട്ട് പലപ്പോഴും സെപ്റ്റിസീമിയ ടോക്സിക് ആയിട്ട് വരുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതുകൂടി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഇത്രയാണ് അബോഷനെ പറ്റി എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.